ജനറ്റിക് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ജനിതകം എന്നുള്ള ചാപ്റ്ററിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണത്തെ എക്സാം വളരെ ഹാർഡായിരിക്കും, ഇച്ചിരി കൂടി പാടായിരിക്കും, പണ്ടത്തെ പോലെ ആയിരിക്കില്ല. കാരണം എക്സാം പാറ്റേണിനകത്തും അതുപോലെ തന്നെ സിലബസിനകത്തും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കറിയാം നിങ്ങൾക്ക് 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ 40 മാർക്കിനകത്ത് നിങ്ങൾക്ക് 1.5 മണിക്കൂറായിരിക്കും എക്സാം ബയോളജിയുടെ. അതിനകത്ത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് വന്നേക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA, അല്ലെങ്കിൽ DNA അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് ന്യൂക്ലിയോടൈഡ് അല്ലെ. നമുക്കറിയാം ന്യൂക്ലിയോടൈഡ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA അടിസ്ഥാന നിർമ്മാണ ഘടകം. ഓക്കെ, അപ്പൊ ഞാൻ മലയാളം മീഡിയത്തിനും കൂടി ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ന്യൂക്ലിയോടൈഡ് ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയാം. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം വേറെ രീതിയിലും എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഇതേ ഭാഗം ഞാനാണെന്നുണ്ടെങ്കിൽ ഓരോ ചോദ്യം പറയുമ്പോഴും ഏകദേശം അവിടെ നിന്ന് വേറെയും വരാനുള്ള ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ്. ഇപ്പൊ ഈ ന്യൂക്ലിയോടൈഡ് എന്തൊക്കെ വെച്ചാണ് നിർമ്മിച്ചേക്കുന്നത്? അതിനകത്ത് വന്നേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിയോക്സി റൈബോസ്. ഓക്കെ, ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്, അത് ഷുഗർ ആണ്, അല്ലെങ്കിൽ പഞ്ചസാര, ഡിയോക്സി റൈബോസ് ഷുഗർ. പിന്നെ എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നൈട്രജൻ ബേസ്. ഓക്കെ, നൈട്രജൻ ബേസ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുള്ളത്? നമുക്ക് ന്യൂക്ലിയോടൈഡ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ഈ രീതിയിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ന്യൂക്ലിയോടൈഡിനകത്തുള്ള ഡിഫറെന്റ് ഘടകങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തൊക്കെ എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഒരു ചോദ്യം വന്നേക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കും? ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്നുള്ള രീതിയിലൊരു ചോദ്യം. അതിന് ഉത്തരം ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ് എന്തൊക്കെയാണ് വെച്ചാണ് നിർമ്മിച്ചേക്കുന്നത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഈ 3 കൂടി ചേർന്നിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മോസ്റ്റ്ലി ചാൻസ് കൂടുതലാണ് വരാൻ. അപ്പൊ നിങ്ങൾ അത് ഞാൻ മോസ്റ്റ്ലി ചാൻസ് ഉള്ള ചോദ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അന്നത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. എനിക്ക് എല്ലാം ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തി വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനാണെന്നുണ്ട് ഓരോ ചാപ്റ്ററിന്റെ ബേസിന്റെയും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ചിലത് ഇച്ചിരി കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. അത് മോസ്റ്റ്ലി ഞാൻ വാട്സപ്പിനകത്തായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം യൂട്യൂബിനകത്താണെന്നുണ്ടെങ്കിൽ എനിക്കത് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലേറ്റ് ആവുന്നത്. വീഡിയോ ഒക്കെ വരാൻ ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി വരും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വയ്ക്കാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു ടൈം ടേബിൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് മൂവ് ഓൺ ചെയ്യാം. കാരണം ഒത്തിരി ടൈം ഒക്കെ കളഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സമയമില്ല. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഓക്കെ, എന്താണ്? വിച്ച് നൈട്രജൻ ബേസ് ഈസ് ഫൗണ്ട് ഇൻ RNA ഇൻസ്റ്റന്റ് ഓഫ് തൈമിൻ? തൈമിന് പകരം RNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? യുറാസിൽ ആണ്. അല്ലെങ്കിൽ എന്താണ്? നമുക്കറിയാം യുറാസിൽ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തേക്ക്. യുറാസിൽ ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA എന്ന് പറഞ്ഞ DNA ആയിരിക്കാണ് അഡിനും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ തൈമിനുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ തൈമിന് പകരമാണ് ആര് കയറിയേക്കുന്നത്? യുറാസിലുള്ളത്. പിന്നെ എന്താണ്? ഗ്വാനിനും സൈറ്റോസിനും. ഇത് പെയറായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പെയറായിട്ടുള്ള ഏതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതും നിങ്ങൾക്കൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ RNAയിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്? RNA ഇതിന് പകരമായിട്ടുള്ളത് ഏതായിരിക്കും? RNAയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ DNA RNA തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ഈ തൈമിന് പകരം അവിടെ ഉള്ളതാണ് യുറാസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗിൾ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഉള്ളായിരുന്നത്? റൈബോസ് ആണ്, ഷുഗർ റൈബോസ് ആണ്. ഇവിടെ ഉള്ളത് ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ് DNA പിന്നെ സിംഗിൾ ആണോ? അല്ല. RNA നമ്മുടെ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഭാഗം കവറായി, ഈ ടോപ്പിക് ഏകദേശം കവറായി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ജെനറ്റിക്സ്. നമുക്കതറിയാം ആരാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഗ്രിഹർ ജോഹാൻ മെൻഡൽ ആണ് അല്ലെ. ഗ്രിഹർ ജോഹാൻ മെൻഡൽ ആണ് കേട്ടോ. ഓക്കെ, ഗ്രിഹർ ജോഹാൻ മെൻഡൽ. പിന്നെ നിങ്ങൾ ഓർത്തേക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3:1 എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അത് എവിടെയാണ്? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഓർത്ത് വെച്ചോണം.
അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് ചെടിയിനകത്താണ്? പയർ ചെടിയാണ്. പയർ ചെടിയിനകത്താണ് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീസം സറ്റൈവ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഈ ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു ചോദ്യം കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ദ ഫോളോയിങ് പെയർ കറക്റ്റ്ലി എന്ന് പറഞ്ഞതാണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞതിനകത്താണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് പറഞ്ഞൊരു രീതിയിലുള്ള ഒരു സവിശേഷതയാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്ക് കളർ ആയിട്ടുള്ള 4 മണി ചെടി ഉണ്ടല്ലോ, അത് എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചിരിക്കുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമിനൻസ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്കറിയാം പിങ്ക് കളർ ആണല്ലോ, ഇതിനകത്ത് റെഡ് RR, അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ സ്മോൾ RR. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റ് ആണ് കേട്ടോ, ഇത് വൈറ്റ് കളറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെഡ് ആണ്. അപ്പം ഇത് രണ്ടും കൂടി ഓസ്പ്രിങ്സ് ആയിട്ട് ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയ ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറഞ്ഞ ആരാണ്? ഈ ടൈപ്പ് ഓഫ് രീതിയിലാണ് വരുന്നത്. ഇത് സാധാരണ വരേണ്ടത് റെഡ് ആയിട്ടാണ് നമ്മൾ വരേണ്ടത്, പക്ഷെ ഇവിടെ റെഡ് അല്ല വന്നത്. ഇതിന് പകരമായിട്ട് ഇതൊരു ബ്ലെൻഡഡ് ആയിട്ട് പിങ്ക് കളറാണ്. വൈറ്റും അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്താണ് റെഡും കൂടി മിക്സ് ആയിട്ട് ഒരു പിങ്ക് കളറായിട്ട് വന്നു. അതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമിനൻസ് ആയിട്ട് ഇവിടെ വന്നു. ശരിക്കും ഇവിടെ ഡൊമിനന്റ് എന്ന് പറഞ്ഞാൽ 6 ആണ് ഡൊമിനന്റ്, പക്ഷെ അവിടെ ആണെന്നുണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമിനൻസ് രണ്ടുകൂടി എന്താ ഇത് ബ്ലെൻഡ് ആയിട്ട് പോയത്. അത്രയാണേ ഉള്ളൂ. ഓക്കെ, ആ സംഭവം കിട്ടിയല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അത് 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ജീനോടൈപ്പും ഫിനോടൈപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. ജീനോടൈപ്പും ഫിനോടൈപ്പും എന്താണെന്ന് നമുക്ക് നോക്കാം. ജീനോടൈപ്പും ഫിനോടൈപ്പും എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജീനാണ്, ജീനോടൈപ്പ് ജീൻ. അതുപോലെ തന്നെ ഫിനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ളതാണ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് രീതിയിലുള്ളത്. ജീൻ എന്ന് പറഞ്ഞാൽ അകത്താണ്, ഇന്നർ ബോഡിയാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്താണ് ഫിനോടൈപ്പ് എന്നുള്ളതിൽ ഏത് ഞാൻ ഡെഫിനിഷൻ തന്നേക്കാം. അപ്പൊ ഫിനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെഫർ ടു ദ ഫിസിക്കൽ ആയിട്ടുള്ള, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് എന്താണ്? ഒരു ഫിസിക്കൽ ആയിട്ടുള്ളതായിരിക്കും, ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ദ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വരെ എഴുതാം. എന്താണ്? ഫിനോടൈപ്പ് റെഫർ ടു ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ദ ഒബ്സർവബിൾ, നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നതാണല്ലോ. ഇപ്പൊ ഒബ്സർവബിൾ ട്രൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഓഫ് എ ഓർഗാനിസം. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ദെൻ ഇതിന്റെ തന്നെ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോൾ ആൻഡ് ഡാർഫ്, അതൊക്കെ ഏകദേശം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. എക്സാമ്പിളും കൂടി എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഡെഫിനേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഈ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കിട്ടും. ഓക്കെ, അത് വളരെ വലിയ കാര്യം തന്നെയാണ് നമുക്ക്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തേക്കുക. ഞാൻ മലയാളം മീഡിയത്തിനും കൂടി ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ ഡെഫിനേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ പുറമേ കാണപ്പെടുന്നു ശാരീരിക സവിശേഷ ഓക്കെ, അപ്പൊ ഒരു ജീവിയുടെ എന്താണ് പുറമേ കാണപ്പെടുന്ന ശാരീരികമായിട്ടുള്ള സവിശേഷതകളാണ് എന്ത്? ഫിനോടൈപ്പ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അവിടെ ഉയരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയരം എന്താണ്? കൂടുതലുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്. അത് രണ്ടും, ഉയരം കൂടുതലും ഉയരം കുറവ്, അത് രണ്ടുമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അതിനകത്ത് തന്നെ നമുക്ക് ജീനോടൈപ്പ് ഉണ്ട്. ജീനോടൈപ്പ് എന്താണെന്ന് നോക്കാം. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ജനറ്റിക് ആണ് അല്ലെ. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ജനറ്റിക് ആണ്. അത് റെഫർ ചെയ്യുന്നത് എന്താണ്? ടു ദ ജനറ്റിക് ഓർ ദ ജനറ്റിക് ആയിട്ടുള്ള മേക്കപ്പ്, അല്ലെങ്കിൽ എന്താണ്? ദ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ കോമ്പിനേഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഓക്കെ, അത് അതിനകത്ത് വരാണെന്ന് TT നമ്മളിവിടെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് RR അതുപോലെ തന്നെ സ്മോൾ RR ഒക്കെ വന്നില്ലേ, അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. അതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, മലയാളത്തിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു
സവിശേഷതയെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ ഘടനയെയാണ് എന്തെന്ന് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെയും വരുന്നുള്ളൂ. ജീനോടൈപ്പിന്റെ കാര്യങ്ങളായിട്ടുള്ളൂ, ഫിനോടൈപ്പിന്റെ കാര്യങ്ങളായിട്ടുള്ള. ഞാൻ ഇത്രയും ഇത് നോട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് തരുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ട് പോലും ഇല്ലാത്തവരുണ്ടായിരിക്കും. അപ്പം അവരെന്ത് ചെയ്യുക, ഈ സ്ലൈഡ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിനകത്തോ A4 സൈസ് പേപ്പറിനകത്തോ പറ്റുമെങ്കിൽ ഒരു ബുക്കിനകത്തോ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. അത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക്ക് നിങ്ങൾക്ക് വേറെ ടോപ്പിക്ക് പഠിച്ചാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിന്റെ ഞാൻ ബേസിക് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഡിസ്കഷൻ എന്നുള്ള ടൈപ്പ് ഓഫ് ഇതിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അതിന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ PDF ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ നേരത്തെ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട് ഒക്കെ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇച്ചിരി ബിസിയാണ്. അതുകൊണ്ട് എനിക്ക് ക്ലിയർലി ഇത് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് യൂട്യൂബിലേക്ക് അത്രയും ഫോക്കസ് ചെയ്യാൻ അത്രയും ടൈം ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ പക്ഷെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അവിടെയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും വേറെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഒത്തിരി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത് പഠിക്കുകയും ചെയ്യണം കേട്ടോ. സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലിസ്റ്റ് ദ കമ്പോണന്റ് ഓഫ് സിംഗിൾ ന്യൂക്ലിയോടൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ന്യൂക്ലിയോടൈഡിനകത്ത് ഘടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള അത് ഏതൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്തോളുക. ഡിയോക്സി റൈബോസ് ഷുഗർ. ഓക്കെ, ഡിയോക്സി റൈബോസ് ഷുഗർ. പിന്നെ എന്താണ് ഉള്ളത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എന്താണുള്ളത്? നൈട്രോജൻ ബേസ് ഉണ്ട് അല്ലേ? നൈട്രോജൻ ബേസ്. ഓക്കെ, നൈട്രോജൻ ബേസ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിക്കുക. ഞാൻ ഒന്നുകൂടെയും പറയാം എന്തൊക്കെയാണ്. ഡിയോക്സി റൈബോസ് ഷുഗർ ആണുള്ളത്. ഓക്സി പഞ്ചസാര. ഓക്കെ, പഞ്ചസാരയാണുള്ളത്. ഇത് സാന്നാണ്. ഓക്കെ, പഞ്ചസാരയുണ്ട്. പിന്നെ എന്താണുള്ളത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? നൈട്രോജൻ ബേസ്. നൈട്രോജൻ ബേസ്. ഈ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇത് വരാൻ ചാൻസ് കൂടുതല. ഇതേപോലത്തെ ഒന്നെങ്കിൽ നിങ്ങളോടാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോടൈഡ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും. ഒന്നെങ്കിൽ അത് 1 മാർക്കിനോ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് രീതിയിലുള്ള ചോദ്യം വരാം കേട്ടോ. നിങ്ങൾ ഓർത്ത് വെച്ചോളാം. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് ലേബൽ ഷുഗർ. അതുപോലെ തന്നെ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്, ഒന്ന് ഷുഗർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഫോസ്ഫേറ്റ് ബാക്ക് ബോണ്, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നൈട്രോജൻ ബേസ് ആയിട്ടുള്ള റിങ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫോസ്ഫേറ്റ്, ഇതാണ് ഷുഗർ. അതുപോലെ തന്നെ ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നൈട്രോജൻ ബേസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ പടം വരയ്ക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പം ABC എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. ഈ സംഭവം തന്നെ ഈ ABC എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യമായിട്ട് വരാം. എന്നിട്ട് എന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ വന്ന പോലെ തന്നെ നിങ്ങളോട് ചോദിക്കാം ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. അതിനുശേഷം വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് നൈട്രോജൻ ബേസ് ഏതാന്നുള്ള ചോദ്യം വരാം ഇവിടുന്ന്. ഓക്കെ, ദെൻ പിന്നെ ആയിരിക്കും എന്താ ലേബൽ ഇറ്റ് എന്ന് പറഞ്ഞുണ്ട്. ലേബൽ ABC എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ തരാം. അതാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം A എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് ഇത് ലേബൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വരാം. ഓക്കെ, ഞാനിവിടെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് ആണ്, N എന്ന് പറഞ്ഞ നൈട്രോജൻ ആണ്, S എന്ന് പറഞ്ഞ ഷുഗർ ആണ്. നമ്മൾ ഒത്തിരി നാൾ റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്. ഈ ചോദ്യം നിങ്ങൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ് ഇത് കേട്ടോ. then അടുത്തതെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺസ്. അതുപോലെ തന്നെ എന്താണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹിസ്റ്റോൺസ് പ്രോട്ടീൻ ഇൻ ദ പാക്കിംഗ് DNA ഇൻടു എ ക്രോമസോം. ഇപ്പൊ ക്രോമസോം രൂപീകരണത്തിലാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ പങ്ക് വിവരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചോദ്യം വന്നേക്കുന്നത്. ഇപ്പം ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഞാൻ ഇത് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഇത്ര ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഞാൻ 2 പേർക്കും എഴുതി തരുന്നുണ്ട്. മലയാളം മീഡിയത്തിനും എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിനും എഴുതി തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കാൾ നോട്ട് ഉണ്ടായിരിക്കും, അതായാലും പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? DNA ഈസ് എ വെരി ലാർജ് ആയിട്ടുള്ള
ലാർജ് ആൻഡ് ലോങ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് അല്ലെ. നല്ല നീളം ഉണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടു ഫിറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് it wraps around special protein called histones. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? ഇത്രേ ഉള്ളൂ, ടു ഫിറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അതെന്ത് ചെയ്യുന്നു? ഇറ്റ് വാപ്പ് അറൌണ്ട് ദ സ്പെഷ്യൽ പ്രോട്ടീൻ. അപ്പം DNA ഒരു വാപ്പ് അറൌണ്ട് ആയിട്ട് നമുക്ക് ചുറ്റും നിങ്ങൾക്കറിയാം ഒരു മാല പോലെയാണ് അല്ലെ, എന്നിട്ട് ഇങ്ങനെ കോർത്തായിട്ട് ഇപ്പൊ റൗണ്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ആ ഭാഗം നിങ്ങൾ നല്ലപോലെ നോക്കുക, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ടോപ്പിക്കും കൂടി നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരാ, അതിന് തന്നേക്കുന്ന ടോപ്പിക്കും കൂടി പഠിക്കണം. ഓക്കെ, അപ്പൊ DNA എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള, ഞാൻ മലയാളം മീഡിയത്തിനും കൂടി എഴുതുവാണ്, എന്താണ് നീളമുള്ള ഒരു തന്മാത്രയാണ്. ഓക്കെ, ഇതിനെ കോശകേന്ദ്രത്തിനുള്ളിൽ ഒതുക്കി വെക്കുന്നതിനായി ചില പ്രത്യേക പ്രോട്ടീനുകളിൽ ചുറ്റിവെച്ചിരിക്കുന്നു. ഇത്ര മതി. ഓക്കെ, അതാണ് എന്തെന്ന് പറഞ്ഞ ആ പ്രോട്ടീനാണ് എന്തെന്ന് പറയാ, ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. അത്രയും മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. DNA വളരെ നീളമുള്ള ഒരു തന്മാത്രയാണ്. അതിൽ കോശകേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ മർമ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. ന്യൂക്ലിയസിന് മർമ്മം ഇതേലും കുഴപ്പമില്ല. കോശകേന്ദ്രത്തിനുള്ളിൽ ഒതുക്കി വെക്കുന്നതിനായി ചില പ്രത്യേക പ്രോട്ടീനുകളിൽ ചുറ്റിവെച്ചിരിക്കുന്നു. ഇത്രയോ, ആ പ്രോട്ടീനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ. അത്ര എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇതിന് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. എയും ബിയും അതുപോലെ തന്നെ ഇതിനകത്ത് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നത്. ഇതൊരു ഫ്ലോ ചാർട്ടാണ്. ഈ ടൈപ്പ് ഓഫ് രീതിയിൽ ഇത് പ്രോട്ടീൻ സിന്തസിസിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. ഈ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SCRT, നമ്മുടെ സ്റ്റേറ്റ് സിലബസിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു സംഭവമാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊന്നെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട്, 3 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്, 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യുക, അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാനതാ പറയുന്നുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ജസ്റ്റ് ആ പോർഷൻ നല്ലപോലെ പഠിക്കുക. ഫസ്റ്റ് അതിനകത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് എയും ബി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് DNA നിന്ന് ആരാണ്? DNA നിന്നാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് ആര് കൊണ്ടുപോകും? ആരാണ് നമ്മളുടെ കോഡ് കൊണ്ടുപോകുന്നത്? mRNA. അപ്പൊ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mRNA ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. ബി ട്രാൻസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ അറിയാം, അത് എന്താണ് mRNA കോഡായിട്ടുള്ളത് കൊണ്ടുപോകും. അതിനുശേഷം എന്ത് ചെയ്യാണ്? ട്രാൻസ്ലേഷൻ ആണ് നടക്കുന്നത്. ട്രാൻസ്ലേഷൻ എവിടെയാണ്? ട്രാൻസ്ലേഷൻ നടന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? പ്രോട്ടീൻ ഉണ്ടാവുന്നേ. ഇപ്പൊ പ്രോട്ടീൻ ഉണ്ടാകുന്ന ലാസ്റ്റത്തെ ബൈ പ്രൊഡക്റ്റ് അല്ലേ പ്രോട്ടീൻ. പ്രോട്ടീൻ ആയിരിക്കും ലാസ്റ്റത്തെ ആൻസർ കേട്ടോ. ബി എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആയിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഇത്രയേ ഉള്ളൂ. ഈ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും എന്താണെന്നുള്ള രീതിയിലുള്ള ചോദ്യം വരാം. അതൊക്കെ 4 മാർക്കിനായിട്ട് ബേസ് ചെയ്തായിരിക്കും ചോദ്യം തന്നെ. ഞാൻ അതെല്ലാം കൂടെ ആയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ നിങ്ങൾ ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ ടോപ്പിക്കാണ് എന്താണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതെന്തായാലും പഠിക്കുക. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്കറിയാം എന്താണ് mRNA എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ DNA അകത്തുനിന്നുള്ള കോഡ്. DNA കോഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് DNA ആണെന്ന് എഴുതിക്കോ. അപ്പൊ DNA അകത്തുള്ള കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്യും. ഓക്കെ, mRNA എന്ന് പറഞ്ഞാൽ നമ്മുടെ mRNA, അത് മെസഞ്ചർ RNA ആണ്. ഈ മെസഞ്ചർ RNA ഇത് കോപ്പി ചെയ്യും. അങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ടോ അതാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും. അങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടോ റൈബോസോമിലൊക്കെയാണ് പോകുന്നത്. അപ്പം അവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്ടാവും, നമുക്ക് ട്രാൻസ്ലേഷൻ RNA, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ റൈബോസോമിനകത്ത് തന്നെ RNA ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം കൂടി വന്നിട്ട് അമിനോ ആസിഡ് ഒക്കെ കൊണ്ടുവരുന്ന RNA ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ടുഗദർ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കും. ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ കോഡ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഡീകോഡ് ചെയ്യുക. ആ കോഡ് ഡീകോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ കോഡ് ഡീകോഡ് ചെയ്തെടുത്തുകൊണ്ടാണ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് നിർമ്മിക്കുന്നത് പ്രോട്ടീൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA അകത്തായിരുന്നു. ആ DNA അകത്തുള്ള ഇതിനെ കോപ്പി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് കത്തിയെന്ന് കരുതുന്നു.
നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. നിങ്ങൾക്ക് ഒന്നുകൂടെയും പറഞ്ഞു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം, പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ബിറ്റ്വീൻ എന്താണ് ഡൊമിനന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ റെസസീവ് ആയിട്ടുള്ള ട്രൈറ്റ്സ് ബേസ്ഡ് ഓൺ ദ മെന്റൽസിന്റെ ഫസ്റ്റ് ജനറേഷൻ F1 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെന്റലിന്റെ പരീക്ഷണത്തിന്റെ എന്താണ് പ്രകട ഗുണവും അതുപോലെ തന്നെ ഗുപ്ത ഗുണവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാൻ പറഞ്ഞിട്ടാണ് ഇവിടെ തന്നിങ്ങനെ ചോദ്യം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡൊമിനന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ് ഡൊമിനന്റ് ആയിട്ടുള്ളതും റെസസീവ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്കറിയാം. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പൊ എന്താണെന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇവിടെ എഴുതി തരാം, നിങ്ങൾക്ക് അത് വളരെ നോട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതുന്നേക്കാം. ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ ഭാഗവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. Okay. The trait that appear or express itself in the first generation F1. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ഈസ് കോൾഡ് ദ എന്താണ് ഡൊമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാം തലമുറയിൽ F1 പുറമെ പ്രകടമാകുന്ന സ്വഭാവത്തെയാണ് എന്തെന്ന് പറയുന്നത് പ്രകട ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, പ്രകട ഗുണം എന്ന് പറയുന്നത്. അപ്പൊ പ്രകട ഗുണം സ്വഭാവത്തെയാണ് പ്രകട ഗുണം എന്നറിയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് എന്താണ് പ്രകട ഗുണം അല്ലെങ്കിൽ എന്താണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഗുപ്ത ഗുണം അല്ലെങ്കിൽ റിസസീവ് ആയിട്ടുള്ള ട്രൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതെന്താണ് ദ ട്രൈറ്റ് ദാറ്റ് റിമെയിൻസ് ഹിഡൻ. നമ്മൾ നേരത്തെ കൊണ്ടുണ്ടായിരുന്നു, അതെന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ സപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, ഈസ് കോൾഡ് എന്താണ് നമ്മൾ പറഞ്ഞ റെസസീവ് ആയിട്ടുള്ള ട്രൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അത് നമുക്ക് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം തലമുറയില് മറഞ്ഞിരിക്കുന്നതോ അടിച്ചമർത്തപ്പെട്ടതോ ആയ സ്വഭാവത്തെയാണ് ഗുപ്ത ഗുണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിക്കുക. ഇതും നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ടിനകത്ത് എഴുതുക. നോട്ടിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും കാണിച്ച് സ്റ്റാർ മാർക്ക് ഇട്ടോ വളരെ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എഴുതി വെക്കുക, ടെക്സ്റ്റ് ബുക്കിനകത്തോ അല്ലെങ്കിൽ നോട്ട് ബുക്കിനകത്തോ. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് റെസസീവ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരാം. അത് ചിലപ്പോൾ 4 മാർക്കിനായിട്ട് വേണമെങ്കിൽ ചോദ്യം വരാം. കാരണം ഇത് മോസ്റ്റ്ലി വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരാം. എ എന്ന് പറഞ്ഞിട്ടുള്ള ABC എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിനാണെന്നുണ്ട് ABC എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചോദിക്കുന്നത് ജെനറ്റിക് ഓഫ് എന്താണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് ചോദിക്കും. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡൊമിനന്റ് ടൈപ്സ് ഏതാ അല്ലെങ്കിൽ റെസസീവ് ആയിട്ടുള്ള ടൈപ്സ് ഏതാന്ന് ചോദിക്കും. ഓക്കെ, ആ ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും ഒരു ചോദ്യം വരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇത് രണ്ടും എന്താണെന്നുള്ള ടൈപ്പ് ഓഫ് രീതിയിൽ ചോദ്യം വരാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിക്കുക. ഇങ്ങനെയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും, 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒരു ചോദ്യം വരാം കേട്ടോ. അത് നിങ്ങൾ ഓർത്തിക്കുക, ഇത് പഠിച്ചു വെക്കുക. ഇനി 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നതാണെന്നുണ്ടെങ്കിൽ എ സ്റ്റുഡന്റ് ഒബ്സർവ് ദാറ്റ് സം ചിൽഡ്രൻ ഹാവ് ട്രൈഡ് നെയ്തർ ഓഫ് ദെയർ പേരന്റ് പോസസ്. എക്സ്പ്ലെയിൻ ഹൗ ക്രോസിംഗ് ഓവർ ഡ്യൂറിംഗ് മിയോസിസ് ലീഡ് ടു ദ വേരിയേഷൻ. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളിനകത്താണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിനകത്ത് ഇല്ലാത്ത എന്തുണ്ട് സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്ത് കാണാറുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വേരിയേഷന് കാരണം എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ക്രോസിംഗ് ഓവറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, മിയോസിസ് അല്ലെങ്കിൽ ഉനഭംഗത്തിനകത്ത് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്ലിയർലി വ്യക്തമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ പടത്തോടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി.
അപ്പം എന്താണ് സ്വരൂപ ക്രോമസോമുകൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാം സെക്സ് ക്രോമസോം അല്ലാത്ത ടൈപ്പ് ഓഫ് എല്ലാത്തിനും നമ്മൾ എന്താ പറയുന്നത് സ്വരൂപ ക്രോമസോമാണ് അല്ലെ, ഒരേപോലത്തെ ക്രോമസോമുകളാണ്. അപ്പം ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായിട്ടുള്ള ക്രോമസോമുകളാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ജോഡ് ചേരുന്നു. അതാണ് ജോഡ് ചെയ്യുന്നു. അവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന എന്താണ്, ജോഡ് ചേരുന്നു. ഓക്കെ, ജോഡ് ചേർന്നതിന് ശേഷം എന്താണ്, ക്രോമസോമുകളാണെന്നുണ്ടെങ്കിൽ ജോഡ് ചേർന്ന ക്രോമസോമം ആണെന്നുണ്ടെങ്കിൽ കയാസ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കയാസ്മ എന്ന് പറയുന്ന എന്താണ് ജോഡി ചേർന്നിരിക്കുന്ന ഭാഗത്താണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ക്രൊമാറ്റോയിഡുകളാണെന്നുണ്ടെങ്കിൽ മുറിയുന്നു. അവിടെ വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ഈ ജോയിൻ ചെയ്ത ഭാഗം വെച്ച് അത് മുറിഞ്ഞു പോവുക. അതിനുശേഷം എന്താണ് മുറിഞ്ഞതാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഇങ്ങോട്ട് കൈമാറുക. ഇപ്പം ഇതിനകത്ത് കാണുന്നത് എല്ലാം പച്ച നിറത്തിലാണ്. ഇതിനകത്ത് എന്താണ് വെള്ളയും ഒരു പിങ്ക് കളറാണുള്ളത്, പിന്നെ റോസ്. അപ്പം അത് രണ്ടും കൂടി മുറിഞ്ഞിട്ട് എന്താണ് പിന്നെ ഉണ്ടാവുന്നതിനകത്ത് വെള്ളയുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, പച്ചയുണ്ട്. അതുപോലെ തന്നെയാണ് പച്ചയും ഉണ്ട്, അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതുപോലെ തന്നെ റോസ് കളർ ഉള്ളതുണ്ട്. അങ്ങനെ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയി പോവാണ്. ഓക്കെ, അങ്ങനെ മിക്സ് ആവുകയാണ് സംഭവിക്കുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് പറഞ്ഞത്, ഇതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ഭാഗം ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വേരിയേഷൻസ് സംഭവിക്കുന്നത്. ഇതാണ് സന്താനങ്ങളിലാണെന്നുണ്ടെങ്കിൽ എന്താണ് പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷമാകുന്നതിന് കാരണം. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള അതേ ചോദ്യമാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഈ ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, ഇത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഈ ക്വസ്റ്റൻ നോക്കിക്കേ, ഇൻ എ ഡൈ ഹൈബ്രിഡ് ക്രോസ് ബിറ്റ്വീൻ എ ടോൾ റൗണ്ടഡ് സീഡ് പ്ലാന്റ് ആൻഡ് എ ഡാർക്ക് വിംഗിൾഡ് സീഡ് പ്ലാന്റ്, ദ F2 ജനറേഷൻ ഷോ എ റേഷ്യോ എന്താണ് 9:3:3:1 എന്നുള്ള റേഷ്യോനകത്ത് കിട്ടിയെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൈ ഡു ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രൈറ്റ്സ് അപ്പിയർ ഇൻ F2? F2വിനകത്ത് എന്തുകൊണ്ടാണ് പുതിയൊരു കോമ്പിനേഷൻ ഓഫ് എന്താണ് ഉണ്ടായത്? അതെന്ന് പറഞ്ഞാൽ ടോൾ ആയിട്ടുള്ള വിംഗിൾഡ് ആയിട്ടുള്ള ഒരു ഇത് അപ്പിയർ ചെയ്തതെന്നാണ് ചോദിച്ചത്. അത് നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു നോക്കുക, TT-RR, അതുപോലെ തന്നെ എന്താണ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്മോൾ TT-RR, അതും എല്ലാം സ്മോൾ ആണ് കേട്ടോ. ഓക്കെ, സ്മോൾ ഓഫ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, ദെൻ ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ഇതായിരിക്കും എല്ലാം കിട്ടുന്നത്. മോസ്റ്റ് ഓഫ് ഇതെല്ലാം ഇത് തന്നെയായിരിക്കും. ഓക്കെ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ F1 ജനറേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനെ രണ്ടും കൂടി ക്രോസ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ടിയുടെ മാത്രം ടിയുടെ അല്ലെങ്കിൽ ടിയുടെ അത്ര നമുക്ക് നോക്കാം. ടോളിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടോളും ഡാർക്കും എന്നുള്ള ടൈപ്പ് ഓഫ് രീതിയിലകത്ത് നോക്കുമ്പോൾ എന്താണ് ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. അപ്പൊ TT എന്നുള്ള രീതിയിൽ വരാം. അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെയും ക്രോസ് ചെയ്യാലോ. അപ്പൊ എന്താണ് TT എന്നും വരാലോ, ഇതും ഇങ്ങനെ വരാം. അതുപോലെ തന്നെ ഈ ടീനും ഇതിനും കൂടി ചെയ്ത് കഴിയുമ്പോൾ എന്താണ് വീണ്ടും ഈ ടൈപ്പ് ഓഫ് രീതി തന്നെയാണ് വരുന്നത്. ഇതേപോലെ തന്നെ വരും. then അതേപോലെ തന്നെ ഇതിന് വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഈ ടൈപ്പ് ഓഫ് രീതിയിൽ സ്മോൾ TT, രണ്ടും TT ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ളത് കിട്ടും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് അല്ലെങ്കിൽ റിങ്കിൾ ആയിട്ടുള്ള ഇതിനകത്തുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്തിനും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഞാൻ ജസ്റ്റ് കളർ മാറ്റാം. ഓക്കെ, ജസ്റ്റ് നോക്കിക്കോ, ഇവിടുത്തെ ഈ റൗണ്ട് RR എന്ന് വന്നു. അത് ഓക്കെ, RR ഇതൊന്ന് RR ആയിട്ടുള്ളത് കിട്ടി. പിന്നെ എന്താണ് നമുക്ക് തന്നെ ഇതിനെ ഇങ്ങനെയും ചെയ്യാലോ. ആറും സ്മോൾ ആറും വന്നല്ലോ. അതുപോലെ തന്നെ സ്മോൾ ആറും അതേപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ R. അപ്പൊ ക്യാപിറ്റൽ R സ്മോൾ R തന്നെ. പിന്നെ ഈ സ്മോൾ ആറും അപ്പൊ RR എന്നുള്ള ടൈപ്പ് ഓഫ് ഫേസ് തന്നെ വന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് തന്നെയായിരിക്കും. ഇത് ഫുൾ റൗണ്ട് ആയിരിക്കും. ഇതും റൗണ്ട് ആയിരിക്കും ഷോ കാണിക്കുന്നത്. ഇത് ടോൾ ആയിരിക്കും, സോറി റൗണ്ട് അല്ലാട്ടോ. ഓക്കെ, ഇതെന്തായിരിക്കും, ഇത് ടോൾ ആയിരിക്കും, ഇത് ടോൾ ആയിരിക്കും, ഇതും ടോൾ ആയിരിക്കും. ഇതെന്തായിരിക്കും ഡാർഫ് ആയിരിക്കും. ഓക്കെ, ഡാർഫ് ആയിരിക്കും. ഇത് റൗണ്ട് ആയിരിക്കും, ഇതും റൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇതെന്താവാം നമുക്ക് ഇത് കാണാൻ ചാൻസ് ഉള്ളത് എന്തായിരിക്കും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വ്രിങ്കിൾഡ് ആയിട്ടുള്ളതായിരിക്കും കാണിക്കുന്നത്. അപ്പം ഈ വ്രിങ്കിൾഡ് ആയിട്ടുള്ളത് ഓറിന് മാത്രമേ ഉള്ളൂ, RR. ഈ RR ഈ വ്രിങ്കിൾഡ് ആയിട്ടുള്ളത് നമുക്ക് TT-RR ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ T സ്മോൾ T-RR. ഇത് രണ്ട് കാണിച്ചാലും എന്താവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ടോൾ ആൻഡ് വ്രിങ്കിൾഡ് ആയിട്ടുള്ള ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ മതി. ഓക്കെ, ഇതിനകത്ത് ഡൊമിനന്റ് ഏതാണെന്ന് നമുക്കറിയല്ലോ. ഡൊമിനന്റ് എന്ന് പറഞ്ഞതാണ് ക്യാപിറ്റൽ ലെറ്ററിനകത്ത് കൊടുക്കുന്നത്. സ്മോൾ ലെറ്റർ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ റെസസീവ് ആയിട്ടുള്ള. ഇതിനകത്ത് രണ്ടും റെസസീവ് ആയിട്ട് വരുന്നതുകൊണ്ട് എന്താണ് മീൻസ് രണ്ടും ഇതിനകത്ത് ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള നേച്ചർ കാണിക്കാൻ പറ്റുന്നത് പിന്നെ ഇല്ലാത്ത ആളായിട്ടുള്ളതാണ്. അത് ഡൊമിനന്റ് ആയിട്ട് കാണിക്കുന്ന ആള് ക്യാപിറ്റൽ R ആയിരുന്നു, പക്ഷെ അതില്ല എന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമുക്ക് കാണിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ആണ്. ഓക്കെ, എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പം അതുകൊണ്ടാണ് എന്ത് തന്നെ ഈ ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും അത് തന്നെ. ഇത് ജസ്റ്റ് എങ്ങനെയാ വന്നേന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തേ ഈ ടൈപ്പ് ഓഫ് രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഓക്കെ, അപ്പം
ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ ഇങ്ങനെ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരുന്നതായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, നിങ്ങളത് ഓർത്ത് വെക്കുക. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പ്ലനേഷൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഏതാണോ? ഓക്കെ, ഇവിടെ ഏതാ. അപ്പം എന്താണ് ന്യൂ കോമ്പിനേഷൻ ലൈക്ക് tall, wrinkled, appear because the gene for height and the gene for seed shape are distributed into gametes independently. They are not linked during gamete formation. The factor for tall can join with either round or wrinkle. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തേക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ന്യൂ കോമ്പിനേഷൻ ലൈക്ക് ടോൾ ഓർ വിംഗിൾഡ് അപ്പിയർ ബിക്കോസ് ദ ജീൻ ഫോർ ഹൈറ്റ് ആൻഡ് ദ ജീൻ ഫോർ എന്താണ് ഷീഡ് ഷേപ്പ്. അതെങ്ങനെയാണ് നമുക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, സീഡിന്റെ ഷേപ്പിനനുസരിച്ചുള്ള അത് റിങ്കിൾഡ് ആവാം അല്ലെങ്കിൽ റൗണ്ട് ആവാം. അതേപോലെ തന്നെയാണ് ടോള് ഡാർക്ക് ആയിട്ടുള്ളതും ഉണ്ട്. അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഇതേപോലെ ആയിരിക്കും ലാസ്റ്റ് F2 ജനറേഷനകത്ത് വരാൻ ചാൻസ് ഉള്ള ഫുൾ ആയിട്ടുള്ള അലീസ് ആണ് ഇത് പറഞ്ഞേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഇങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പൊ ഈ TT ഇതും വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ഈ TTയും അതുപോലെ ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. ഇങ്ങനെ ഇതെല്ലാം ജോയിൻ ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ തിരിച്ചും ഇതേപോലെ തന്നെയാണ്, ഇങ്ങനെ എല്ലാം ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ നിങ്ങളത് നോക്കി ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, genetics in a human is determined by the father, not the mother. Okay, evaluate this statement by comparing the genetic constitution of a human male and a female. മനുഷ്യ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ, അപ്പം മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യരിലാണെന്നുണ്ടെങ്കിൽ ലിംഗനിർണയം നടത്തുന്നത് പിതാവാണ്. ഓക്കെ, ഈ പ്രസ്താവന സ്ത്രീ പുരുഷ ജനിതക ഘടനയെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാവുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലാണ്. ജസ്റ്റ് ഞാൻ ഇനി അത് ഫീമെയിൽ ഒന്നും എഴുതണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്കും. ഓക്കെ, ദെൻ ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ നമ്മുടെ ഫീമെയിലിന്റെ എന്താണ്, ഫീമെയിലിന്റെ നമുക്ക് കാണുന്നുണ്ട് ജനറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജനിതക ഘടന എന്ന് പറയുന്നത് എന്താണ് 44+XX എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി അത് തന്നെ ഇവരുടെ എക്സ് അല്ലെങ്കിൽ ഗെമീറ്റിനകത്ത് വരുമ്പം എഗ് എന്ന് കൂട്ടിക്കോ, എക്സ് അല്ലെങ്കിൽ ഗെമീറ്റ്സ് അതിനകത്ത് വരുമ്പോൾ അതെന്താണ് 22X ആയിട്ട് തന്നെ രണ്ടും അങ്ങനെ ഈ ടൈപ്പ് ഓഫ് രീതിയിൽ രണ്ടെണ്ണം ഉണ്ടാവാറുള്ളത്. ഇതെല്ലാം ഒരു സംഭവം തന്നെയാണ്. അപ്പൊ 22+X എന്നുള്ള ടൈപ്പ് ഓഫ് രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും വരുന്നത്. ഇനി അത് മെയിലിന്റെ കാര്യത്തിനകത്ത് വരുമ്പോൾ അവിടെ എന്താണ് 44+X ആൻഡ് Y ഉണ്ട് കേട്ടോ, X ആൻഡ് Y ഉണ്ട്. അവിടെ ഗെമീറ്റ്, ഓക്കെ, ഗെമീറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്പേം എന്ന് പറയാം. അപ്പം സ്പേംസ് ഉണ്ട്, ബട്ട് 2 ടൈപ്പ് ഓഫ് സ്പേംസ് ഉണ്ട്. അവിടെ എന്താണ് 2 ടൈപ്സ് ഉണ്ട്, 2 ടൈംസ് ഉണ്ട് സ്പേംസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ 22+X, അതുപോലെ തന്നെ 22+Y. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് രീതിയിലാണ്. അപ്പം ഇത് അതേപോലെ തന്നെ ഫീമെയിൽ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പേ ഉള്ളൂ, അത് ഇതാണ്. അത് വൺ ടൈപ്പ്, ഇത് 2 ടൈപ്പാ. അപ്പം ഒന്നെങ്കിൽ ഇതും കൂടി ജോയിൻ ചെയ്യും, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ഫീമെയിൽ ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതും ജോയിൻ ചെയ്യും. അപ്പം എന്താണ് നമ്മൾ പറയുന്നത്? നമുക്ക് എന്താണ് ശരിക്കും ഇപ്പൊ പറയാൻ പറ്റുന്നത്? സിൻസ് ദ മദർ ഓൾവേസ് പ്രൊവൈഡ്സ് X, the gender depend entirely on whether the father's sperm provides an
എക്സ് ഓർ എ വൈ. അപ്പം ഈ എക്സ് ഓർ വൈ ഫാദറിന്റെ അടുത്തുനിന്ന് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും എന്താണ് അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയാണോ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ടൈപ്പ് ഓഫ് രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതലും നമ്മുടെ എക്സാമിന് കണ്ടുവരാറുള്ള ടൈപ്പാണ്. ഓക്കെ, ഇത് പല ചാപ്റ്ററിനും ഇതേ രീതിയിൽ തന്നെ ചോദ്യം വരാം. അപ്പൊ ഞാൻ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചാപ്റ്ററിന് ഇതേപോലെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.